ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ കുട്ടിയുടെ നെയിമിംഗ് സെറിമണി ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ 10:30 മണിക്ക് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ 11:30 മണിയായി. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിലായിരുന്നു അച്ഛനും മനുവൊക്കെ. എവിടെ പോകാനാണെങ്കിലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴക്കമൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളിതാ ഇറങ്ങുന്നത്. പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നെയിം റിവീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അകത്തേക്ക് കയറിയപ്പോഴേക്കും അവിടെ ഇതാ ഫോട്ടോ സെക്ഷൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം കുറച്ച് പാടുപെട്ടി പേര് കൊല്ലാനായിട്ട് ഭവത്രിത ഒന്നുകൂടി പറയാം. മൂന്നാമത്തെ പേര് ഭവതീർത്ഥ. അപ്പോൾ വാവയുടെ പേര് കേട്ടല്ലോ, ഭവത്രിത. അതാണ് വാവയുടെ പേര്. അതിനുശേഷം ഞങ്ങളിതാ വാവേനെ കാണാനും വാവയുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിൽക്കുവാണ്. ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോസ്. അതിനുശേഷം ഞങ്ങളിതാ കുറേ നേരം എല്ലാവരും കൂടിയിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല വൈബാണ് എല്ലാവരും. ഞങ്ങളെ വല്ലപ്പോഴും മാത്രമാണ് എല്ലാവരും കൂടി ഒത്തുകൂടുന്നതെങ്കിലും കാണുമ്പോൾ യാതൊരു ഓളമാണ്. ഇത്രയും പേര് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് പേരുണ്ട് വരാനായിട്ട്. അവരെല്ലാവരെയും ഞങ്ങൾക്ക് മിസ് ചെയ്യുമായിരുന്നു. പാട്ടിനൊപ്പം അച്ഛൻ ലാലേട്ടൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് വരുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. അതിനുശേഷം ഇവർ പറയുമായിരുന്നു നമ്മൾക്കും പോയി പാട്ട് പാടാൻ ഡാൻസ് കളിക്കാമെന്നൊക്കെ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിട്ടാണ് ആ ചേട്ടൻ പാടിയത്. അതിനൊക്കെ ശേഷം ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങുവാണ്. പോകുന്ന വഴിക്ക് ദൈവന് ഷിപ്പ് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐലൻഡ് വഴിയാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഷിപ്പ് ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. എന്നിട്ട് ഷിപ്പെല്ലാം കണ്ട് ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോരുന്ന വഴിക്കാണ് ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത്. ജീൻസും ഷൂ ഒക്കെ ഇട്ട് ചെടി നട്ടു വെച്ചിരിക്കുന്നു. ആരുടെ ഐഡിയ ആണാവോ എന്തോ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് സർബത്തൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് കയറിയത്. അത്രയും ചൂടുണ്ടായിരുന്നു.